IPL-ൽ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം. പഞ്ചാബ് ഉയർത്തിയ 244 റൺസിന്റെ വമ്പൻ ലക്ഷ്യം ഗുജറാത്ത് പിന്തുടരുകയാണ്. 14 ഓവറിൽ 2-ന് 169 എന്ന ശക്തമായ നിലയിലെത്തി ഗുജറാത്ത്. പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ പുതിയൊരു ബൗളറെ പന്തേൽപ്പിച്ചു. വൈശാഖ് വിജയകുമാർ എന്ന പേസ് ബൗളർ. സിക്സറുകളും ബൗണ്ടറികളുമായി കളം നിറഞ്ഞിരുന്ന ഷെൻഫെയർ റൂത്തർഫോർഡ് വൈശാഖിന്റെ പന്തുകൾ നേരിടാൻ ശരിക്കും വിയർത്തു. ആദ്യ 2 ഓവറിൽ വൈശാഖ് വിട്ടുകൊടുത്തത് 10 റൺസ് മാത്രം. പതിയെ ഗുജറാത്ത് ടൈറ്റൻസ് സമ്മർദ്ദത്തിലായി. മത്സരത്തിൽ വിക്കറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വൈശാഖിന്റെ ഓവറുകൾ മത്സരത്തിന്റെ മൊമെന്റം മാറ്റിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ 11 റൺസ് അകലെ ഗുജറാത്ത് വീണു. മത്സരം കഴിഞ്ഞപ്പോൾ ശുഭ്മാൻ ഗിൽ പറയുന്നത് ഇങ്ങനെ: ഇത് എളുപ്പമല്ല. 15 ഓവറിൽ കളത്തിന് പുറത്തിരുന്ന ഒരാൾ വന്ന് യോർക്കറുകൾ എറിയുന്നു. അത് എങ്ങനെ നേരിടാൻ കഴിയും? മത്സരഫലം നിർണ്ണയിക്കുന്ന നിർണായക നിമിഷങ്ങളിലാണ് യോർക്കറുകൾ ലഭിക്കുന്നത്. വൈശാഖ് അഭിനന്ദനം അർഹിക്കുന്നു. ഇതായിരുന്നു ഗുജറാത്ത് നായകന്റെ വാക്കുകൾ. ശരിക്കും പഞ്ചാബിന്റെ ഡഗൌട്ടിൽ നിന്നല്ല വൈശാഖ് കളത്തിലെത്തിയത്, മറിച്ച് RCBയുടെ ബൌളിംഗ് നിരയിൽ നിന്നാണ്. കഴിഞ്ഞ സീസണിൽ വൈശാഖ് RCBയുടെ പേസറായിരുന്നു. നെറ്റ് ബൗളറായി സീസൺ തുടങ്ങി. പിന്നാലെ ബൗളറായി ലഭിച്ച അവസരം നന്നായി ഉപയോഗിച്ചു. 7 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റുകൾ. മോശമല്ലാതെ പന്തെറിഞ്ഞിട്ടും RCB വൈശാഖിനെ നിലനിർത്തിയില്ല. ഇനി പഞ്ചാബിന്റെ പ്രതീക്ഷ അതാണ് വൈശാഖ് വിജയകുമാർ.